നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരിത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ട് മാത്രമുള്ളതാണ്, നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങളെ ബിൽഡ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മസിൽ പിടിച്ചിട്ടിരിക്കില്ല, നിങ്ങൾ എക്സ്പേർട്സിന്റെ ഹെൽപ്പ് തേടണം. നിങ്ങളുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യണം കേട്ടോ. ഒത്തിരി അതല്ലാതെ നമ്മളെ കൺകെട്ട് വിദ്യകളിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പലർക്കും അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള എക്സ്പേർട്സുകളുടെ സഹായം നിങ്ങൾ തേടുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാർസിസിസ്റ്റിക് ഈഗോ എന്ന് പറയുന്നതാണ്. നമ്മൾ ഈഗോയെ പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് എങ്ങനെയായിരിക്കണം ഈഗോ, എന്തായിരിക്കണം ഈഗോ എന്നൊക്കെ നമ്മൾ പറയും. ഈഗോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന ഭാവമാണ് ഈഗോ. അതെൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ സെൽഫിനെ എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇൻ റിയാലിറ്റിയിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈഗോയെ എനിക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഞാൻ പ്രോഗ്രസീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ് നമ്മളുടെ നാർസിസിസ്റ്റ് ഈഗോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസിസ്റ്റിക്കിൻ്റെ ഈഗോ എന്ന് പറയുന്നത് വളരെ മാസീവായിട്ടുള്ള ഹൈലി ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈഗോയാണ്. അതായത് ആ ഈഗോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് പോലും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകില്ല. അപ്പം ഇമ്മെച്യൂറാണ്, മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് അൺടൈംഡ് ആണ്, ടൈംഡുമല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ദർ ഇസ് എൻ ഇമ്മെച്യൂർ ഈഗോ, അൺടൈംഡ് ഈഗോ വിച്ച് ഇസ് ഇൻ ദ ചൈൽഡ് സ്റ്റേജ്. അതിനെ വലിച്ചു വീർപ്പിക്കുകയാണ് അഡൾട്ടിലേക്ക്. ഞാൻ അഡൾട്ടായി കഴിയുമ്പോൾ ആ ഈഗോ മെച്യൂറായിട്ട് പ്രോഗ്രസീവായിട്ട് വന്നിട്ടില്ല, പകരം അതിനെ വീർപ്പിച്ച് ഞാൻ അഡൾട്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അൺടൈംഡ് ആയിട്ട് ഇമ്മെച്യൂർ ആയിട്ടുള്ള ഹൈലി ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള മാസീവായിട്ടുള്ള ഒരു ഈഗോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, അങ്ങനത്തെ ഒരു ഈഗോയെ. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറയുന്നത് അവരുടെ ഈ ലോകത്തെ മുഴുവനും അവരുടെ ആ ഞാനെന്ന ആ ഭാവത്തിൽ അവർ ഉൾക്കൊള്ളിക്കും. എന്നിട്ട് അവർ ഇമോഷണലിയും പല രീതിയിലും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യാനും അവരുടേതായ രീതിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് അവരെന്തോ ആ ഈഗോയെ അവർ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മെച്യൂർ ഈഗോ അല്ല, റിയാലിറ്റി ബേസ്ഡ് ഈഗോയുമല്ല, ഇവിടുന്ന് ഊതി വീർപ്പിച്ചിട്ടുള്ള ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഈഗോയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊതി വീർപ്പിച്ചിട്ട്, അതായത് ചെറിയൊരു ഈഗോ അതിങ്ങനെ ഊതി വീർപ്പിച്ച് ഇങ്ങനെ ചെറുതിൽ നിന്ന് ഊതി വീർപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഹൈലി ഫ്രജൈലാണ്. ഇത് പൊട്ടുമോ, ഇത് തട്ടിയാൽ ഇതാവോ, ഇത് പൊട്ടാതെ കൊണ്ട് നടക്കുക, ആ ഹൈലി ആയിട്ടുള്ള മാസീവ് ഈഗോയുടെ ആ പ്രൊജക്ഷനെ, ഞാൻ ഇത്രയും വലുതായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണെന്നുള്ള പ്രൊജക്ഷനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുക, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യുകയാണ് ഇവരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അതിനെ മാനേജ് ചെയ്ത് അതിനെ ഏറ്റവും ആ ഇൻഫ്ലേറ്റഡ് സ്റ്റേജിൽ, അതായത് അൺടൈംഡ് ആയിട്ടുള്ള മെച്യൂർ അല്ലാത്ത ഈ ഹൈലി ഇമ്മെച്യൂർ ആയിട്ടുള്ള ഹൈലി ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള അൺടൈംഡ് ആയിട്ടുള്ള ഈ സാധനത്തിനെ ഹൈലി ഫ്രജൈൽ ആയിട്ടുള്ള ഈ ഒരു ഞാനെന്ന ഭാവത്തെ ഇങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക്. അതുകൊണ്ടാണ് അവരിങ്ങനെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഗ്യാസ് ലൈറ്റ് ചെയ്യുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാനെന്ന ഭാവത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോവാണ്. അത് പൊട്ടിപ്പോകാൻ പാടില്ല, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. അപ്പോൾ ഇതാണ് ഒരു നാർസിസിസ്റ്റിന്റെ ഈഗോ. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് അഡ്വാൻസ്ഡ് ആകുക എന്ന് വിചാരിക്കുക, അതായത് വേറൊരാൾ എൻ്റെ മുകളിലേക്ക് ഒരു സുപ്പീരിയർ സ്റ്റേറ്റസ് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അയാളെന്ന ആ ഇൻഫ്ലേറ്റഡ് ആയ ഈഗോയ്ക്ക് ആഡക്വേറ്റ് ആയിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് കുറച്ച് എന്തെങ്കിലും രീതിയിൽ അവരെ ഒന്ന് താഴ്ത്തിക്കെട്ടുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പോലത്തെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ടുള്ള ബഹുമാനം കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രഥമമായ പരിഗണനയും മുൻഗണനയും കൊടുക്കാതിരിക്കുക, ഞാനെന്ന ഭാവം അവരിലിരിക്കുന്ന അതേ ലെവലിൽ മറ്റേയാൾ അവരെ ഡീൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം അറിയാമല്ലോ, അവർക്ക് അവരുടെ ഒരു മെച്യൂർ അല്ല, വളരെ ഇമ്മെച്യൂറായിട്ട്, അതായത് ഒരു കുട്ടി വലിയ ആൾ കളിച്ച് വരുന്ന അവനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്തില്ല, പിന്നെ അവൻ കിടന്നുണ്ടാക്കുന്ന ബഹളങ്ങളൊക്കെ പോലെ തന്നെ ഏകദേശം നമുക്ക് അതുപോലെ ഒന്ന് ഒരു വലിയ കുട്ടി കിടന്നുകൊണ്ട് അങ്ങനെ ബഹളം വെക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഇവർ പലപ്പോഴും വളരെ വലിയ പൊസിഷനിൽ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും, അങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും, ഇതെല്ലാം ആയിരിക്കും. പക്ഷെ
അവിടെ ആ ഞാനെന്ന ഭാവം എന്ന് പറയുന്നവർക്ക് പൊസിഷൻ വൈസ് കിട്ടും, പക്ഷെ ഫങ്ഷൻ വൈസ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഈസി ഫോർ ദം ടു ഗെറ്റ് പൊസിഷൻ വൈസ്, അല്ലേ? നമുക്കൊരാൾ ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കൊരു കാര്യം കിട്ടുന്നതിനേക്കാൾ നമുക്ക് ഈസിയാണ് പൊസിഷൻ. അതായത് പൊസിഷൻ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ബലത്തിൽ ഞാൻ എൻ്റെ ഈഗോയെ ആ പൊസിഷനെ പിടിച്ചെടുത്തും ആളുകൾ എന്നിലേക്ക് അങ്ങനത്തെ ബിഹേവിയർ എനിക്ക് തരണം. അപ്പൊ പൊസിഷൻ വൈസ് എങ്ങനെയും പിടിച്ചു കയറാൻ ഇവർ നോക്കും. ഞാനാണ് വലുത്, എനിക്കാണ് പൊസിഷൻ, ഞാനാണ് വലുത്. കാരണം ആ ഇൻഫ്ലേറ്റഡ് ഈഗോയെ അവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തണം. അതിന് യാതൊരു തട്ടുമുട്ടലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി അൺടൈംഡ് എന്ന് പറയുന്ന ഒരിക്കലും മെരുക്കിയിട്ടില്ലാത്ത ഈഗോയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറ്റി ആളുകൾ ഇങ്ങനെ അവരുടെ അച്ചീവ്മെന്റ്, അവർക്ക് ഉണ്ടായ വലിയ കാര്യങ്ങളെ പറ്റി പറയുക, എന്നിട്ട് അവരെ പറ്റി ഹൈ ആയിട്ട് സംസാരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസോ നമ്മുടെ കുട്ടികളൊക്കെ എന്നെപ്പറ്റി ഞാൻ ചെയ്തതിനെ പറ്റി പറയണം, ഞാൻ ചെയ്യുന്നതിനെ പറ്റി എന്താ പറയാത്തെ, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ഞാൻ ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെ വന്നത്, അപ്പൊ ഇതെന്താ ഇവർക്ക് മനസ്സിലാവാത്ത, ഇതെന്താ ഇവർ പറയാത്ത. അപ്പൊ എന്ത് കാര്യത്തിന് ഒരു അറ്റത്ത് പിടിച്ചാൽ പോലും അവർക്ക് വേണ്ടത് അവരെ പറ്റി അവരതിനകത്ത് ഇപ്പൊ ഒരു പ്രോജക്റ്റിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷെ എന്നാലും അതിങ്ങനെ പറയണം. ചിലപ്പോൾ ചില ലീഡേഴ്സ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും, അവര് ഒന്നും അതിനകത്ത് ചെയ്ത് കാണത്തില്ല, പക്ഷെ അവർ വന്നിട്ട് ഇങ്ങനെ എല്ലാം ഇതല്ലേ, എൻ്റെ ടീം ആയതുകൊണ്ടും ഞാൻ അതെൻ്റെ ലീഡർ ആയതുകൊണ്ടും ഇത് സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിൽ ആ ലെവലിൽ അവർക്ക് ഒന്നും ചെയ്തില്ലേ പോലും അവർക്ക് ആ ഗ്ലോറി കിട്ടും. അതുകൊണ്ടാണ് അവർ പൊസിഷനിലേക്ക് കൂടുതൽ കയറുന്നത്. അപ്പോൾ ഈ അൺടൈംഡ് ആയിട്ടുള്ള, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, ഇമ്മച്യൂർ ആയിട്ടുള്ള, ഈ ഫ്രജൈൽ ആയിട്ടുള്ള ഈ ഈഗോ മാസീവ് രീതിയിൽ ഇരിക്കുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടിന്യൂസ്ലി ഇൻ ദ ഹങ്കർ ഓഫ് അപ്രീസിയേഷൻ, അക്സെപ്റ്റൻസ്, സെൽഫ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അറ്റൻഷൻ ഫ്രം അതേഴ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇതിനേതെങ്കിലും ഒരെണ്ണത്തിന് ഇച്ചിരി ഒന്ന് മോശം സംഭവിച്ച കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വെപ്രാളം കയറും. അതെങ്ങനെയും പിടിച്ചെടുക്കണം. അത് പുറത്ത് കിട്ടില്ല, വീട്ടില് അത് അവിടെ അങ്ങനെയല്ല, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ എവിടെന്നെങ്കിലും അവർക്ക് ആ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്ത് ഞാനാണ് വലുത്, എൻ്റെ ഈഗോയാണ് ഹൈ, ഞാനെന്ന ഭാവമാണ് ഈ ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ഭാവത്തിൽ നിന്ന് അവർ കൊണ്ടുവരുന്നതാണ് അവർ ആ ഈഗോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്നത്. അവർക്ക് പേടിയാണ് ഇത് പൊട്ടിയാൽ, ഇതില്ലാതായാൽ. കാരണം നമുക്കറിയാം ഈഗോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനെന്ന ഭാവം തീർന്നു, അല്ലേ? അതിന് ഡാമേജ് ഉണ്ടാവും. അത് ഇവർ മാസീവ് ആയതുകൊണ്ടും, ഇവർ ഫ്രജൈൽ ആയതുകൊണ്ടും, ഇവർ ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ടും, ഇവർ അൺടൈംഡ് ആയതുകൊണ്ടും, ഇവർ ഇമ്മച്യൂർ ആയതുകൊണ്ടും ഇതിനകത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അബ്യൂസീവ് ഇമോഷണൽ മാനിപ്പുലേഷൻസും അബ്യൂസസും ഇതെല്ലാം ഇവർ ചെയ്യുന്നത്. ഞാനെന്ന ഭാവത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു നാർസിസിസ്റ്റിന്റെ ഈഗോ എന്ന് പറയുന്നത് ഓൾവേസ് വളരെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഈഗോയാണ്, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഈഗോയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൂടെ പെരുമാറി കഴിഞ്ഞാൽ അവരെങ്ങനെ അതിലങ്ങനെ ഇരിക്കും. അവർ കൂടി വരും. അവരൊരു കാരണവശാലും അവരവരുടെ ലെസൺസ് ലേൺ ചെയ്യില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡു നോട്ട് ഫീഡ് ദെയർ ഈഗോ. ഇഫ് യു ഫീഡ് ദെയർ ഈഗോ they do continuously the same thing so that they are getting it again and again and again. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോൾ ഇവർക്ക് എന്താ മനസ്സിലാകാത്ത, ഞാൻ ഇത്രയൊക്കെ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇവരോട് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അത് അവരുടെ ചിന്ത അവരുടെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടും അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ നിൽക്കുന്നതാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഈഗോയെ അങ്ങനെ കൊണ്ടുപോകാതെ ഒരു ഹെൽത്തി ഈഗോയിലേക്ക് പോകാനുള്ള വഴികൾ തേടാനുള്ളതാണ് നമ്മൾ പലപ്പോഴും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അവരെ കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അതങ്ങനെ അങ്ങ് പോകും. ഇതാണ് ഒരു നാർസിസിസ്റ്റ് ഈഗോ എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ മുമ്പിലുള്ള, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നാർസിസിസ്റ്റിക് ആളുകളെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാകുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പീസ്ഫുൾ, ഹാപ്പി, പ്രോഗ്രസീവായിട്ടൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.